ഭവനരഹിതരായ ആളുകൾക്ക് നൽകാനായി മുക്കം നഗരസഭയിലെ കുറ്റിപ്പാലയിൽ സംസ്ഥാന ഹൗസിംഗ് ബോർഡ് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം പ്രവൃത്തി പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൊവ്വാഴ്ച ധർണാ സമരം നടത്തും. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല രാജീവ് കോളനിക്ക് സമീപം ഹൗസിംഗ് ബോർഡ് നിർമ്മിക്കുന്ന ഭവന സമുച്ചയത്തിന്റെ പണി പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി എത്തിയത്. സമരങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ചൊവ്വാഴ്ച കുറ്റിപ്പാലയിൽ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. 4 കോടിയിലേറെ രൂപ ചെലവഴിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവൃത്തി ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ ടൈൽ വിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തി പൂർത്തീകരിച്ച് വർഷങ്ങളായി. ഇപ്പോൾ ഫ്ളാറ്റ് സമുച്ചയം കാട് കയറി തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അർഹരായ 47 കുടുംബങ്ങൾക്ക് നൽകേണ്ട വീടുകൾ ഇതുവരെ നൽകാതെ ആയതോടെയാണ് തങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നും മുക്കമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിഷാബ് മുല്ലോളി പറഞ്ഞു. 40ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതി ഇത്രയും കാലമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി അതിന്റെ പണി ആരംഭിച്ചിട്ട് ഈ പാവപ്പെട്ട അർഹരായ കുടുംബങ്ങൾക്ക് ഈ വീടുകൾ, ഈ ഫ്ളാറ്റുകൾ സമുച്ചയം വിട്ടുകൊടുക്കണമെന്നാണ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടാനുള്ളത്. ഈ സമുച്ചയം എത്രയും വേഗം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നു അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ധർണാ സമരം അവിടെ സംഘടിപ്പിക്കുകയാണ്. കുറ്റിപ്പാലങ്ങാടിയിൽ നിന്നും പ്രകടനമായി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ അടുത്തെത്തിയാണ് ധർണ നടത്തുക. സമരം KPCC ജനറൽ സെക്രട്ടറി ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മുക്കം.